അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എങ്ങനെ ഒരാളെ സ്നേഹിക്കണം? ഇതെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ സ്നേഹിക്കും? ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭർത്താവിന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ആ സ്നേഹിക്കുക? മക്കളോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കുക? മക്കളുടെ സ്നേഹം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുക? എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ സ്നേഹത്തിന് നമുക്ക് ഉള്ള ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ. അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സ്നേഹം എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റും. ഒന്നാമത് അവർ നിഷ്കളങ്കരാകുന്നതും അവരുടെ സ്നേഹം നിഷ്കളങ്കമാകുന്നതിന് കാരണം എന്താ അറിയോ? നമ്മളെയൊക്കെ മനസ്സിലുള്ളതുപോലെ ഊഹങ്ങളോ തെറ്റിദ്ധാരണകളോ അതേപോലെ തന്നെ കുറേ ആരോപണങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും അവരെ മനസ്സിലില്ല. നമുക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചും അവരെക്കുറിച്ച് കുറേ നെഗറ്റീവുകൾ, അവിടെ കുറേ സ്വഭാവ ദൂഷ്യങ്ങൾ, അവിടെ കുറേ വൈകല്യങ്ങൾ, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കതിനെ കാണാൻ പറ്റില്ല. പിന്നെ അവരൊക്കെ അതിൻ്റെ പിന്നെ എന്തോ താല്പര്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് പൊതുവെ മുതിർന്ന ഒരാളുകളിൽ നിന്ന് നിഷ്കളങ്കമായ ഒരു സ്നേഹം പലപ്പോഴും ആ പരസ്പരം അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. എന്നൊരു കുട്ടി അങ്ങനെയല്ല. അവന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒരു തുറന്ന ഹൃദയം, നിഷ്കളങ്കമായ മനസ്സ്. അതുകൊണ്ട് അവൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം യഥാർത്ഥത്തിൽ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ സ്നേഹമായിരിക്കും എന്നുള്ളതാണ്. അതാണ് കുട്ടികളുടെ സ്നേഹം ആത്മാർത്ഥമാവാനുള്ള കാരണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ? അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, വീട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അവർ കഴിച്ച ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ സാധനം നമുക്കെടുത്ത് വെച്ച്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് അതുമായിട്ടാണ് ആ കുട്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മൾ ചെരുപ്പൂരി കയറുന്നതിന് മുമ്പ് അത് നമുക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ആസ്വദിച്ച കാര്യങ്ങൾ, നമ്മളിൽപ്പെട്ട ഒരാൾക്ക് നമ്മളത് പങ്കുവയ്ക്കുക. അത് അയാൾക്ക് കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക. അത് അയാൾക്ക് നൽകാൻ പരിശ്രമിക്കുക. അത് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഞാൻ ഓർക്കപ്പെടുന്നു എന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവം ഒരാളിൽ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആസ്വാദകരമായതും നമുക്കിഷ്ടപ്പെട്ടതും നാം സ്വാദോടെ കഴിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക എന്ന് പറയുമ്പോൾ, നാം നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന മറ്റവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയണ്ടല്ലോ, അതാണ് അതിലുള്ള ഒന്ന്. രണ്ടാമത് നമുക്ക് സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം കുട്ടികളിൽ നിന്ന് കാണാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഭയങ്കരമായി അതിൽ വിഷമിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കുറേ മുറിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് കരഞ്ഞു, അപ്പോൾ എന്തിനാണ് നമ്മൾ കരഞ്ഞത്, എന്താണ്? അപ്പോൾ നമ്മൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ നിങ്ങൾക്ക് എന്ത് പറ്റിയത്, എന്താണ് കരഞ്ഞത്? അവർ അവരതിൻ്റെ കൂടെ കരയാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിടയ്ക്കൊക്കെ വന്ന് നോക്കും, എന്നിട്ട് അത് പരിചരിക്കും. അത് മാറിയോ എന്ന് ചോദിക്കും. അതിങ്ങനെ ആവർത്തിച്ച് കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു വിഷമം ആത്മാർത്ഥമായും അവരുടെ വിഷമം പോലെ അവർ കാണുന്നു, അവരുടെ വേദന പോലെ അവർ കാണുന്നു. അപ്പോൾ അങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളെ കാണാനും നമ്മുടെ വിഷമങ്ങളെ ഉൾക്കൊള്ളാനും നമ്മളെപ്പോലെ വേദനിക്കാനും എനിക്കൊരാളുണ്ടല്ലോ എന്നറിയുമ്പോൾ അത് നമുക്ക് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ നമ്മളെ സഹവസിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇപ്പോഴും നമ്മുടെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പോകുമ്പോൾ അവർ വാശി പിടിക്കുന്നുണ്ട്, നമ്മൾ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ എന്ത് ചെയ്യും? സഹവാസത്തെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ കൂട്ടണം, അവരെ കൂടെ കൊണ്ടുപോകണം. ശരി, അവരെ നമ്മൾ കൊണ്ടുപോകാതിരിക്കുമ്പോൾ, അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അതവർക്ക് വേദനയായിത്തീരും. അവരെ നമ്മളോടൊപ്പം കൊണ്ടുവരാനും നമ്മുടെ കൂടെ കൂട്ടാനും നമ്മൾ സമയം കാണുമ്പോൾ അത് അവർ ഭയങ്കരമായ സന്തോഷമുണ്ടാക്കും. അത് നമുക്ക് സ്നേഹം അവർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമാണ് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ പോലെ, നമ്മളെ സഹായിക്കുന്നൊരു വ്യക്തിയെപ്പോലെ നമ്മളങ്ങനെ ഓർക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ഉറങ്ങിയോ, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ വസ്ത്രം ധരിച്ചോ, നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളെയും നമ്മുടെ കൂടെ നടന്ന് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സ്നേഹമുള്ളവരുടെ സ്നേഹപ്രകടനത്തിലെ മറ്റൊരു കാര്യമാണത്.
നമ്മളെ കണ്ടറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ നിൽക്കുക, നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നന്നായി അവർ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിൻ്റെ കൂടുതൽ. അതേപോലെ തന്നെ സ്നേഹമുണ്ടെന്നതിൻ്റെ മറ്റൊരു സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അസാന്നിധ്യം അവർ വല്ലാത്ത വിഷമം ഉണ്ടാക്കും. അപ്പോൾ നമ്മളൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിളിക്കും, നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തി, എന്താണ്, എപ്പോഴാണ് വരിക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരാൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ നമ്മുടെ വാപ്പയും അമ്മയും ആരെങ്കിലും പുറത്ത് പോയി, നമ്മളതിന് പുറത്ത് പോയിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മളെപ്പറ്റി അന്വേഷിക്കുന്നേ ഇല്ല, ഒരു ദിവസം പോയിട്ടും അന്വേഷിക്കുന്നില്ല, എവിടെ എത്തിയും ചോദിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചും ചോദിക്കും. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? അവർക്ക് എന്തെങ്കിലും അശ്രദ്ധമായിരിക്കാം, അതെന്തുമാത്രം മാനസിക വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അസാന്നിധ്യം അവർക്ക് എന്താണ് അനുഭവപ്പെടുക, എന്നിട്ട് അവരെപ്പോഴും നമ്മളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കാം. ഇതും സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരുപക്ഷെ ഇതുപോലെ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിഷ്കളങ്കരായ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിനെ നിരീക്ഷിച്ചാൽ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയാൽ നമ്മൾക്കും സ്നേഹം കൈമാറാനും അവിടുന്ന് സ്നേഹം തിരിച്ചു വാങ്ങാനും പറ്റും. സ്നേഹത്തെക്കാളും മഹനീയമായ ഒന്നില്ല. സ്നേഹമുണ്ടോ എല്ലാമുണ്ട്. സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ, സ്നേഹിക്കപ്പെടാൻ ആളില്ലെങ്കിൽ തീർച്ചയായും ജീവിതം നമുക്ക് അപൂർണമായി തോന്നും. ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടും. എപ്പോഴും ഒരു ഏകാന്തതയും ഒറ്റപ്പെടലുമായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക. നമ്മൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുവാനും സ്നേഹം തിരിച്ചു വാങ്ങാനും നമ്മുടെ പെരുമാറ്റങ്ങളെ കൊണ്ടും നമ്മുടെ സ്വഭാവങ്ങളെ കൊണ്ടും നമ്മുടെ മാറ്റങ്ങളെ കൊണ്ടും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.